OAS 65 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരെയും സ്ത്രീ പുരുഷ ഭേദമന്യേ കൊന്നുകളയണം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പാർലമെൻറ്റിൽ ശ്രീമതി ജയാ ബച്ചൻ MP പറഞ്ഞതാണ്. അവർ പറഞ്ഞതിന് ഒട്ടേറെ കാരണങ്ങൾ അവർ സൂചിപ്പിച്ചു. 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇവിടെ ഇൻഷുറൻസ് പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല, ബാങ്കിൽ ചെന്ന ലോൺ കിട്ടത്തില്ല. ട്രെയിനിൽ കയറിയാൽ സീനിയർ സിറ്റിസൺ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 50% വരെ ഡിസ്കൗണ്ട് റേറ്റിൽ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക സീറ്റുകൾ റിസർവ് ചെയ്തിരുന്നു, അത് ഫ്ലൈറ്റുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും എടുത്തു കളഞ്ഞു. ഒരു ബസ്സിൽ പോലും ഒരു സൗജന്യ യാത്രയ്ക്ക് അർഹതയില്ല. ഫ്ലൈറ്റിൽ ചെന്നാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫ്ലൈറ്റുകളെല്ലാം തന്നെ അതിൻ്റെ സീറ്റുകൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകാൻ മാത്രമുള്ള സീറ്റുകളെല്ലാം ലാവിഷായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിലേക്ക് പോയപ്പോൾ ഒരു പ്രത്യേകിച്ച് B സീറ്റ്, അതായത് ABC എന്ന് പറയുന്നത് B സീറ്റാണ് എനിക്ക് ലഭിച്ചത്. അതിൽ 2 സീറ്റ് Aക്കും Cക്കും ഇടയിൽ നിൽക്കുന്ന സീറ്റാണ്. ആ സീറ്റിൽ തന്നെ 2 സൈഡിലും ഇരുന്നത് എന്നെ കഴിഞ്ഞും വളരെ പൊക്കവും ആരോഗ്യ ദൃഢഗാത്രരായ 2 ചെറുപ്പക്കാരാണ്. അവരുടെ 2 പേരുടെയും കൈയുടെ വെച്ചാൽ തന്നെ എൻ്റെ കൈ വെക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇടയില്ല. ഒരു സീനിയർ സിറ്റിസനെ ബോർഡിംഗ് അനുവദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൈഡ് സീറ്റെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ പരിഗണന കൊടുക്കുക. അതുപോലെ തന്നെ വിൻഡോയ്ക്ക് അടുത്തൊരു സീറ്റ് കൊടുക്കുക, ആദ്യം ഇറങ്ങിപ്പോകാൻ വേണ്ടി. അതൊന്നും പരിഗണനയിൽ ഇപ്പോൾ എങ്ങുമില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് സീനിയർ സിറ്റിസൺ ആയാൽ പ്രത്യേകിച്ച് ഒരു പരിഗണനയും ലഭിക്കുന്നില്ല. അതുപോലെ ക്ഷേമ പെൻഷനുകൾ 1600 രൂപയാണ് കേരള സർക്കാർ ക്ഷേമ പെൻഷനായി 60 വയസ്സ് കഴിഞ്ഞവർക്ക് നൽകുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ടെങ്കിൽ ഈ 2 പെൻഷൻ കൂടെ കിട്ടത്തില്ല. 1600 രൂപ കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളിന് പ്രഷറോ ഷുഗറോ മറ്റോ അനുബന്ധ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മാസം മരുന്ന് മേടിക്കാൻ മാത്രം 1500 2000 രൂപയും വരെ വേണ്ടി വരുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ 1500 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നമ്മുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ വരെയാണ് ഒരു കുടുംബത്തിന് പ്രതിവർഷം ലഭിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം. ആ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ പലപ്പോഴും അത് അവർക്കൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൽ നമ്മൾ കൃത്യമായി ചെന്നാൽ മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. ചിലപ്പോൾ ഈ പ്രായമായവരെ കൊണ്ടുപോകാൻ പലരും കാണില്ല, അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റാതെയായിട്ടും ഏതാണ്ട് 12 കോടിയിലധികം ആളുകൾക്ക് ഈ പദ്ധതി പ്രകാരം ഗുണപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ എത്ര പേർക്ക് കിട്ടിക്കാണുമെന്നുള്ളതാണ് ഒരു സംശയം. ഞാൻ എൻ്റെ ഡേറ്റ നോക്കിയിട്ട് ഇതുവരെ എനിക്ക് ലഭ്യമായിട്ടില്ല എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ 5 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് മൊത്തമായി ഒരു അപ്പനും അമ്മയും മക്കളും അടങ്ങുന്നവർക്കാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മാത്രമാണെന്ന് അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ചികിത്സാ രീതി അനുസരിച്ച് സർക്കാർ ആശുപത്രിയിൽ പോയാൽ പോലും ഈ തുക തികയാതെ വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മതിയായ തുക ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ സർക്കാർ തയ്യാറാകണം. ഇന്ത്യയിലെ 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് ഇൻഷുറൻസിൻ്റെ സംരക്ഷണമില്ല. ഒരു EMI ലോൺ എടുക്കാൻ അവർക്ക് കഴിയില്ല, ഒരു ബാങ്കും കൊടുക്കത്തില്ല. ഒരു കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 70 വയസ്സ് കഴിഞ്ഞ ഒരാളിന് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് കാഴ്ചയുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും ലൈസൻസ് നീട്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത കാലത്ത് ഒരു ബാങ്ക് എന്നോട് തന്നെ പറഞ്ഞു, സാറിന് പ്രായമായില്ലേ, അതുകൊണ്ട് ഇനി ലോൺ തരാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ലോൺ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കണം, എത്രയോ എൻ്റെ 40 വർഷത്തെ ജീവിതത്തിൻ്റെ അകത്ത് മുഴുവൻ ആ ബാങ്കുകളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ പലപ്പോഴും ആ സമയത്ത് വിസ്മരിച്ചു പോവുകയാണ്. ഇത് പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീനിയർ സിറ്റിസന്മാരുടെ ഡിപ്പോസിറ്റിന് പണ്ട് ഒരു 0.5% അല്ലെങ്കിൽ 1% ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇനി അഥവാ തന്നെ ഈ ഡിപ്പോസിറ്റ് കൊടുക്കാൻ എത്ര പേർക്ക് അവിടെ കഴിയുന്നത്? നല്ല ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം കാലഘട്ടം മുഴുവൻ അധ്വാനിച്ച് സർക്കാരിന് കൊടുക്കേണ്ട നികുതി മുഴുവൻ കൊടുത്ത് ഈ നാട്ടിലെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടത് എല്ലാ മൂലധനവും സമാഹരിച്ച് കൊടുത്തതാണ്. എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടാകും, എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകും, ഏതെല്ലാം തരത്തിൽ നാടിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം സംഭാവനകൾ ചെയ്തവരാണ് ഈ 60 65 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർ എന്നത് ഭരണാധികാരികൾ ഓർക്കേണ്ടതാണ്. അവരെ വെറുതെ ഇരിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഹോളണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ മുതിർന്ന പൗരന്മാരുടെ കഴിവുകൾ, അവരുടെ അറിവുകൾ അത് ഉപയോഗിക്കാൻ വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഏർപ്പെടുത്തുന്ന ചില പദ്ധതികളുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ ഇവിടെയും കൊണ്ടുവരേണ്ടതാണ്. മുതിർന്ന പൗരന്മാരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കഴിഞ്ഞ 65 വർഷക്കാലത്തെ തൻ്റെ ജീവിതാനുഭവങ്ങൾ, അവരുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന അറിവുകൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞു തന്നെ കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്നതാണ് ഭരണകൂടം ചെയ്യേണ്ടത്.
അവരെ പരിപൂർണമായി സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണകൂടങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് അർഹമായ പെൻഷൻ, ഒരു മിനിമം അവരുടെ ജീവിത നിലവാരത്തിന് അനുകൂലമായ സാഹചര്യത്തിൽ ജീവിക്കാൻ ഉതകുന്ന ഒരു ക്ഷേമ പെൻഷൻ തന്നെ കൊടുക്കണം. വെറുതെ ഔദാര്യമായി 3000-ഉം 1500-ഉം കൊടുക്കുകയല്ല വേണ്ടത്. ആ മുതിർന്ന പൗരന്മാർ തന്നെ 60 വയസ്സും 70 വയസ്സും 80 വയസ്സുമായിട്ട് ഭരണത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന MP-മാരും MLA-മാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടല്ലോ, ഗവർണർമാരായിട്ട്. ഈ പ്രായം ചെന്നവരെല്ലാം ഗവർണർ പദവിയിലേക്കും രാഷ്ട്രപതി പദവിയിലേക്കൊക്കെയാണല്ലോ പലരും വാഴിക്കുന്നത്. അവർക്കെല്ലാ ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യും. എന്നാൽ സാധാരണക്കാരനായ പൗരന്മാർക്ക് ഇത്തരം ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. പല ജഡ്ജിമാർക്കും അവരുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ കമ്മീഷനിലേക്ക് മാറ്റി അവർക്ക് കൊടുത്ത് അവർക്കൊക്കെ വീണ്ടും പരിഗണന കൊടുക്കും. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും റിട്ടയർ ചെയ്താലും ചില ബോർഡുകളിലേക്കൊക്കെ അവരെയും ചുമതലപ്പെടുത്തും. പക്ഷേ സാധാരണ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ 60 വയസ്സിന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം വലിയ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു മരുന്ന് വാങ്ങാൻ പോലും പണത്തിന് വേണ്ടി പെൻഷനുകളില്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവർ കുടുംബാംഗങ്ങളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികളിലേക്ക് വയോവൃദ്ധരെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ആളുകൾ കടന്നു കളയുന്നത്, നോക്കാൻ കഴിയാതെ. എത്രയോ അനാഥ മന്ദിരങ്ങളിൽ, ഓൾഡ് ഏജ് ഹോമുകളിൽ ഈ പ്രത്യേകിച്ച് സൗജന്യമായി ചികിത്സിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന അനാഥ മന്ദിരങ്ങളിൽ 100 കണക്കിന് വയോവൃദ്ധന്മാരും വൃദ്ധകളും ഇങ്ങനെ ആരോരുമില്ലാതെ അഭയം തേടി കഴിയുകയാണ്. ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിനുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇന്ത്യയിലെ ഏതൊരു പൗരനും 40,000 രൂപയ്ക്ക് മേൽ പ്രതിമാസ വരുമാനമുണ്ടെങ്കിൽ തീർച്ചയായും ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അത് പ്രായമൊന്നും തന്നെ ഒരു പരിധിയില്ല. 95 വയസ്സുള്ള ആളിനും വരുമാനമുണ്ടെങ്കിൽ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അപ്പോഴും അവന് ടാക്സ് മേടിക്കണം. അവർ പ്രായമായെന്ന് പറഞ്ഞു ടാക്സ് വേണ്ട, അത് വെക്കുന്നില്ല. 65 വയസ്സ് കഴിഞ്ഞവർ ഇന്ത്യയിൽ അധിവസിക്കുന്നത് 173 മില്യനാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 17 കോടിക്കധികം. ഇന്ത്യയിലെ വോട്ട് ബാങ്കിൻ്റെ 11% മേൽ ഈ വൃദ്ധന്മാരും വൃദ്ധകളുമാണെന്നുള്ള കാര്യം ഭരണകൂടങ്ങൾ ഓർത്തിരിക്കുന്നത് നന്നായി. നമ്മുടെ വോട്ട് ബാങ്കുകളിൽ പലപ്പോഴും ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ ശതമാന വോട്ടുകളുടെ കണക്കനുസരിച്ച് മാറുകയാണെങ്കിൽ 1000-2000 വോട്ടുകളുമാണ് മാറുന്നത്. അവിടേക്ക് ഈ ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ പഞ്ചായത്തിലെയും ഈ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒറ്റക്കെട്ടായി ചിന്തിച്ചാൽ, ആരെ കൊണ്ടുവരണം അധികാരത്തിലെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനമല്ലേ ഈ രാജ്യത്ത് നടപ്പിലാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായി കാണരുത്. അതുകൊണ്ട് തന്നെ ഈ 65 വയസ്സ് കഴിഞ്ഞവർക്ക് നിർബന്ധമായും ഒരു 10,000 രൂപയിൽ കുറയാത്ത ക്ഷേമ പെൻഷനുകൾ കൊടുത്തേ തീരൂ. ഹോസ്പിറ്റലുകളിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കണം. യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും സൗജന്യമായി യാത്ര അനുവദിക്കണം. അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, അവരുടെ കണ്ണിനും കാഴ്ചയുണ്ടെങ്കിൽ അവർക്ക് ഓടിക്കാൻ അവർക്ക് അതിനുള്ള ധൈര്യവും ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കണം. അവർക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം. അവർക്ക് അക്കമ്പനി ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണം. കാരണം ഇത് വെറുതെയല്ല, അവർ പടുതുയർത്തിയതാണ് ഈ നാടെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നത് നല്ലത്. 10-15 വർഷം പഴക്കമുള്ള യൂസ്ഡ് കാറുകൾ നിരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു നിയമം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ നമ്മുടെ പ്രായമായവർ അവരുടെ ജീവിതത്തിൽ ഒരു 60-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 55-ാമത്തെ വയസ്സിലോ ഒരു കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60-65 അല്ലെങ്കിൽ 70 വയസ്സാകുമ്പോഴത്തേക്ക് അത് ആകെ ഓടിയിരിക്കുന്നൊരു 50,000 അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ വരെ ആയിരിക്കും. ആ കാറ് മാറണമെന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? നേരെ മറിച്ച് മറ്റുള്ളവരുടെ കാറുകൾ അതിനകത്ത് 5, 8, 10 ലക്ഷം കിലോമീറ്റർ ഓടിയതിൻ്റെ പേരിലാണ് ഇത് മാറ്റാൻ പറയുന്നത്. നമുക്ക് ഒരു നിയമം പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഈ മാനദണ്ഡം എന്ന് പറയുന്നത് 15 വർഷമാണോ വേണ്ടത്, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണോ വേണ്ടത്? മുതിർന്ന പൗരന്മാർക്കായി അത്തരം കാര്യങ്ങളിലും ഒരു ഭേദഗതി വരുത്തേണ്ടതല്ലേ? നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, പഴുത്ത പ്ലാവില പൊഴിയുമ്പോൾ പച്ച പ്ലാവില ചിരിക്കാൻ പാടില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വാക്കുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. അപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാരുമൊക്കെ ഓർത്തിരുന്നാൽ നല്ലത്, നാളെ നിങ്ങൾക്കും 65 വയസ്സാകും ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നാളെ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് കേൾക്കുന്നവർ ദയവായി ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഇത് നമ്മൾ സംഘടിതമായി ഈ ശബ്ദം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്താൽ തീർച്ചയായും മാറ്റമുണ്ടാകും. ദയവായി ഒരിക്കൽ അപേക്ഷയുണ്ട്, ഈ എപ്പിസോഡ് കാണുന്നവർ ഇത് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻട്രി ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഒട്ടനവധി കാര്യങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വരും. നന്ദി, നമസ്കാരം.